അപൂർവങ്ങളിൽ അപൂർവമായ കേസുമായിട്ട് പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാവുന്നതായിട്ടില്ല. കാര്യം ജഡ്ജ്മെൻറ്റിൻ്റെ കോപ്പി നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ഡെത്ത് സെൻറ്റൻസ് കൊടുക്കുന്നതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ലൈഫ് ഇംപ്രസ്മെൻറ്റ് എപ്പോഴാണ് അഡിക്വേറ്റ് ആയിട്ട് തോന്നുന്നത്. ഒരു ലൈഫ് ഇംപ്രസ്മെൻറ്റ് ശരിയല്ല, അത് മാത്രം പോരാ, അതിൽ കൂടുതൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ മാത്രം ഡെത്ത് സെൻറ്റൻസ് പറയുന്നത്. അപ്പോൾ ഡെത്ത് സെൻറ്റൻസ് ആണ് റൂൾ ആൻഡ് ലൈഫ് ഇംപ്രസ്മെൻ്റ് ആണ് റൂൾ. ഡെത്ത് സെൻറ്റൻസ് എന്ന് പറഞ്ഞൊരു എക്സെപ്ഷൻ എന്നുള്ള രീതിയിലാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിധിയിൽ നമ്മളങ്ങനെ നെഗറ്റീവായിട്ട് കാണാനായിട്ട് വലുതായിട്ടൊന്നും കാണുന്നില്ല. കാര്യം കഴിഞ്ഞാൽ 302 4 കൗണ്ടിൽ ലൈഫ് ഇംപ്രസ്മെൻറ്റ് കണ്ടിട്ടുണ്ട്. അതിൽ ഓരോന്നിലും 3 ലക്ഷം ഓരോ കേസിലും. അത് കൺകറൻ്റ്ലിയാണ് പോകണം, ഒരുമിച്ചാണ് പോകുന്നത്. അതിൽ 3 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരവും പറഞ്ഞിട്ടുണ്ട്. വീട് തീ വെച്ചതിന് 7 വർഷത്തെ കഠിന തടവ് പറഞ്ഞിട്ടുണ്ട്. അതിലും കോമ്പൻസേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ലൈഫ് ഇംപ്രസ്മെൻറ്റ് സഫീഷ്യൻ്റ് ആകില്ല എന്നുള്ള നമ്മുടെ ശക്തമായ വാദമുണ്ടായിരുന്നു. അതായത് ലൈഫ് ഇംപ്രസ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ 10 വർഷം 14 വർഷം കഴിഞ്ഞ് റെമിഷനോ കമ്മ്യൂട്ടേഷനോ കൊണ്ട് ഇദ്ദേഹം തിരിച്ച് നമ്മുടെ സമൂഹത്തിലേക്ക് തിരികെ വരും. അപ്പോൾ അത് മാക്സിമം അവോയ്ഡ് ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് ആയിരുന്നു നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഡെത്ത് സെൻറ്റൻസ് ചോദിച്ചുകൊണ്ട് തന്നെയാണ് വാദവും പറഞ്ഞത്. പക്ഷേ ആ ഭാഗത്തിലാണ് കോടതി ഏറ്റവും ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട തരത്തിലുള്ളൊരു വിധിയാണ് ആ 7, 5, 12 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ലൈഫ് ഇംപ്രസ്മെൻറ്റ് തുടങ്ങത്തുള്ളൂ എന്നും അതിനുശേഷം ലൈഫ് ഇംപ്രസ്മെൻറ്റിൽ സെറ്റ് ഓഫ് വന്നിട്ടില്ല എന്നുള്ളതും തീർച്ചയായിട്ടും ഒരു നല്ലൊരു വിധി തന്നെയാണ്. 65 ദിവസം നീണ്ടു നിന്ന വിചാരണ വേളയിലോ അല്ലെങ്കിൽ കോടതി തന്നെ ഒരു മെഡിക്കൽ ബോർഡിനെ രൂപീകരിച്ചിരുന്നു. ആ മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടിലോ ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുണ്ടായി കണ്ടെത്തിയിട്ടില്ല. അല്ലല്ല, അങ്ങനെയല്ല. അതായത് ഈ കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, ഒരു കോൺസിക്വൻസ് അറിയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരാളാണോ ഈ കുറ്റകൃത്യം ചെയ്തതെന്നുള്ള ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അതിനുശേഷം ഇദ്ദേഹം ട്രീറ്റ്മെൻറ്റിലായിരുന്നു എന്നുള്ളതും ഏകദേശം ഒരു 6-7 തവണയായിട്ട് ഈ മെൻ്റൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നുവെന്നും അവിടുന്ന് ട്രീറ്റ്മെൻറ്റിൽ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതും അതൊരു വാസ്തവമാണ്. ആ രേഖകൾ സമർപ്പിച്ചിരുന്നു. തീർച്ചയായിട്ടും ആ രേഖകൾ കോടതി വന്നിട്ടുണ്ട്. ഇനി എത്ര കാലം അല്ല, ഇതിപ്പം സ്റ്റേറ്റിന്റെ ഭാഗത്ത് നിന്നും കമ്മ്യൂട്ടേഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ റിമൈനിങ് ലൈഫ് കേരളത്തിൽ തീർച്ചയായിട്ടും ജയിലിൽ തന്നെ കഴിയും. അല്ല, തീർച്ചയായിട്ടും അങ്ങനെ പറയാം. ഞാൻ പറഞ്ഞില്ലേ, റെയറസ്റ്റ് ഓഫ് റെയർ എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു ചട്ടക്കൂടുണ്ട്. അതിനകത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെയില്ല. അതായത് സുപ്രീം കോടതിൻ്റെ ഒരു 10-12 ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട്. അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് 100% പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി ഉന്നത ഉദ്യോഗസ്ഥർ ഇതിൻ്റെ പുറകിലുണ്ട്. അവരോടെല്ലാം ചർച്ച ചെയ്തതിന് ശേഷം ഇത് ചലഞ്ച് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് പിന്നെ തീരുമാനിക്കുന്ന കാര്യങ്ങളായിരിക്കും. നിശ്ചിത കാലയളവിൽ പരോൾ നൽകാൻ പാടില്ല എന്നൊക്കെ ചില വിധിന്യായത്തിൽ പറയും. അങ്ങനെ എന്തെങ്കിലും പറയുന്നില്ല? അല്ല, അങ്ങനെയുള്ള റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള, അതായത് ഒരു ഫിക്സഡ് പീരീഡിലേക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കുന്നതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിന്, അതായത് ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ മാത്രമേ പവറുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്ട്രോങ് ആയിട്ട് പറഞ്ഞതും ഇങ്ങനെ ഒരു ലൈഫ് ഇംപ്രസ്മെന്റ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം വെളിയിലേക്ക് സൊസൈറ്റിയിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള വാദം ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും കോടതി ആ വാദം പരിഗണിച്ച് തന്നെ ആയിരിക്കും ഈ 7 വർഷം 5 വർഷമുള്ളത് കൺസിക്യൂട്ടീവായിട്ട് തന്നെ കഴിയണമെന്നും 12 വർഷത്തിന് ശേഷം മാത്രമേ ഈ നമ്മുടെ ജീവപര്യന്തം തടവ് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് കയ്യിലാണ് റെമിഷനും കമ്മ്യൂട്ടേഷനും കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു മിനിസ്റ്റീരിയൽ വർക്കാണ്. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു കാര്യം വരാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളിന് ഒരിക്കലും നമ്മുടെ സമൂഹത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല.